തിരുവനന്തപുരം പാലോട് നവവധുവിന്റെ മരണത്തിൽ ബന്ധുക്കളുടെ ആരോപണം നിഷേധിച്ച് ഭർതൃകുടുംബം. ഇന്ദുജിയുമായി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് ഭർതൃമാതാവ് പൈങ്കിളിയുടെ പ്രതികരണം. മുഖത്തുണ്ടായത് ബസിന്റെ കമ്പിയിൽ തട്ടിയ പാടാണ്. മരണദിവസം ഫോൺ വന്നതിന് പിന്നാലെ ഇന്ദുജ മുറിയിൽ കയറി വാതിലടച്ചു. ഏത് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നും പൈങ്കിളി പറയുന്നു. 2 ദിവസം മുമ്പ് അവളെ മുഖത്ത് പാടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ബസ് ഇരുന്ന് ഉറങ്ങിപ്പോയി, അപ്പോൾ കമ്പിയിൽ തട്ടിയതാണെന്നാണ് എന്നോട് പറഞ്ഞത്. അവരെ അച്ഛനും അമ്മയായിട്ട് എന്തോ വിഷയമുണ്ടെന്ന് പറയുന്നു. ഈ വീട്ടിൽ എന്തായാലും വിഷയങ്ങളൊന്നുമില്ല. ഇല്ല, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഞാൻ കല്യാണം നടത്തി ഇവിടെ കൊണ്ടുവരില്ലല്ലോ. ഞാനാണ് കല്യാണം നടത്തിയത്. ജോലിക്ക് പോവാത്ത ദിവസം 10 മണിയായി കാപ്പി കുടിക്കാൻ വരുള്ളൂ. വന്ന് കാപ്പി കുടിച്ച് പാത്രമൊക്കെ കഴുകി മുറിക്കൊക്കെ തൂത്തിട്ട് അവൾ അപ്പോൾ ഒക്കെ ഒരു ഫോൺ കോൾ വന്നു. അങ്ങനെയാണ് അവൾ മുറി കയറി പോയത്. എന്നിട്ട് 1:30 മണിക്ക് കഴിക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവം കണ്ടത്. എൻ്റെ ഭാഗത്ത് 101% തെറ്റില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ഇതായിട്ട് നിൽക്കുന്നത്. എനിക്കറിയാം ഇതിൽ എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത്. AV ജയശങ്കറോട് വിവരങ്ങൾ. ജയശങ്കർ, ഈ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെയാണല്ലോ ഈ കുട്ടിയുടെ ബന്ധുക്കളുടെ ആരോപണം. അതൊക്കെ അവർ തള്ളുകയാണല്ലോ ജയശങ്കർ. അതായത് ഇന്ദുജയുടെ മരണവുമായി ബന്ധപ്പെട്ട കുടുംബം ഉന്നയിക്കുന്ന ഗുരുതര ആരോപണങ്ങൾ അഭിജിത്തിന്റെ മാതാവ് പൈങ്കിളി തള്ളുകയാണ്. വീട്ടിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇന്ദുജയ്ക്ക് ഉണ്ടായിരുന്നില്ല. വളരെ സ്നേഹപരമായിട്ടായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ മുഖത്ത് പാട് സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ദുജയുടെ അടുത്ത് മാതാവ് ചോദിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ ബസ്സിന്റെ കമ്പിയിൽ തട്ടിയെന്നാണ് മറുപടി എന്നായിരുന്നു മാതാവ് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ മരണ ദിവസം ഇന്ദുജയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. ഈ ഫോൺ കോൾ വന്നതിന് പിന്നാലെ റൂമിൽ കയറി വാതിലടച്ചു എന്നാണ് മാതാവ് പറയുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ മരിച്ച രീതിയിൽ കണ്ടെത്തുന്നത്. വിവാഹം നടത്തിക്കൊടുത്തത് താൻ തന്നെയാണെന്നും അമ്മ പറയുന്നു. അത്തരത്തിൽ മകളുമായി വളരെയധികം അടുത്ത തരത്തിലുള്ള ബന്ധമാണ് ഉണ്ടായത്. അത്തരത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം വീട്ടിലുണ്ടായിരുന്നില്ല. ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്. സത്യം പുറത്തു വരണമെന്നും മാതാവ് പൈങ്കിളി പറയുന്നു. ഈ ഇന്ദുജയുടെ കുടുംബം ഈ മാതാവിനെതിരെയും അഭിജിത്തിനെതിരെയും വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് ഇന്ന് ഉന്നയിച്ചത്. വീട്ടിൽ ഗാർഹിക പീഡനം നേരിട്ടു, ഒപ്പം തന്നെ ജാതി പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചു, വേർതിരിവ് ഉണ്ടാക്കി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ അഭിജിത്തിന്റെ മാതാവ് പൈങ്കിളി തള്ളുകയാണ്. ഇവർ സഹകരണ ബാങ്കിലെ അക്കൗണ്ടന്റ് ആണ്. ഇവർ ഏത് തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ അത്തരം ആരോപണങ്ങളൊക്കെ തള്ളുകയാണ് ഇപ്പോൾ ഈ കുടുംബം.